പാവപ്പെട്ട വൃദ്ധയായ പാർവതി തന്റെ കടയിലിരുന്ന് ഉണക്ക റൊട്ടി കഴിക്കുകയായിരുന്നു. കഴിച്ചതിനു ശേഷം അവർ തന്റെ നായ മോത്തിയെ വിളിക്കുന്നു. മോത്തി, മോത്തി, ഇന്ന് നീയ റൊട്ടി കഴിക്ക്. വൃദ്ധയായ അമ്മയുടെ ശബ്ദം കേട്ട് മോത്തി അവിടേക്ക് ഓടിവന്നു. അവന്റെ വായിൽ ഒരു ചെറിയ സഞ്ചി ഉണ്ടായിരുന്നു. അത് അവൻ വൃദ്ധയായ പാർവതിക്ക് കൊടുത്തു. അരേ, ഇതിപ്പോ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് കിട്ടിയാലും അതിനെ എടുത്തുകൊണ്ടുവരും. എന്റെ കയ്യിൽ നിന്ന് നീ അടി മേടിക്കും. എന്ത് കാണുന്നോ അതെടുത്തുകൊണ്ട് വരും. ഞാൻ നോക്കട്ടെ എന്താണിതിലെന്ന്. അപ്പോഴേക്ക് നീ ഈ റൊട്ടി കഴിക്ക്. മോത്തി റൊട്ടി കഴിക്കാൻ തുടങ്ങുന്നു. പാർവതിയമ്മ പൊതി തുറക്കുമ്പോൾ അതിൽ കുറെ വഴുതനങ്ങ വിത്തുകളായിരുന്നു. അരേ, ഇത് വഴുതനങ്ങ വിത്തുകളാണ്. ആരോ വിൽക്കാൻ വേണ്ടി സൂക്ഷിച്ചതാണെന്ന് തോന്നുന്നു. സാരമില്ല, ഞാനിനി ഇത് എന്റെ വയലിൽ വിതയ്ക്കാം. വൃദ്ധയായ പാർവതി വയലിലേക്ക് പോയി വിത്ത് വിതയ്ക്കുന്നു. പാർവതി കാശിപ്പൂർ ഗ്രാമത്തിൽ തന്റെ വളർത്തുനായ മോത്തിയോടൊപ്പമാണ് താമസിക്കുന്നത്. പാർവതിക്കൊരു മോനുമുണ്ടായിരുന്നു, ശുഭം. അവൻ തന്റെ ഭാര്യയോടൊപ്പം പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം തന്റെ കുടിലിന് പുറത്തിരിക്കുമ്പോൾ വിഷമിച്ചുകൊണ്ട് പാർവതി ചിന്തിക്കുന്നു, എന്ത് പ്രയോജനമാണ് ഇങ്ങനെയുള്ള മക്കളെ ജനിപ്പിച്ചിട്ട്? സ്വന്തം അമ്മയെക്കുറിച്ച് ഒരു തവണ പോലും അന്വേഷിക്കില്ല. ഇന്നെന്റെ പക്കൽ ധാന്യമോ ഒരു പൈസയോ ഇല്ല. അതിനുശേഷം അവർ വയലിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. ആ വയലിലൊരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിൽ ഒരുപാട് വഴുതനകൾ ഉണ്ടായിരിക്കുന്നു. കൂടാതെ വയൽ മുഴുവൻ വഴുതനകളായിരുന്നു. ഹേ ഭഗവാനേ, ഇതെന്ത് അത്ഭുതമാണ്! ഇന്നലെ വിത്ത് വിതച്ചു പോയതേയുള്ളൂ, ഇന്ന് ഇത്രയും വഴുതനകൾ പിടിച്ചു. കൂടാതെ മരത്തിലും ഇത്രയും അധികം വഴുതനകൾ. ഇതൊരു മായാജാലം ആയിപ്പോയല്ലോ. പിന്നീട് വൃദ്ധയായ അമ്മ വഴുതനങ്ങ പറിച്ചെടുക്കുന്നു. ഒരുപാട് പറിച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് ധാരാളം വഴുതനങ്ങ കറികൾ ഉണ്ടാക്കാം. ആ വഴുതനങ്ങകൾ വൃദ്ധയായ പാർവതി ഒരു കുട്ടയിലാക്കി വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ പോവുകയായിരുന്നു. അരെ മോനെ, എന്റെ കയ്യിൽ വഴുതനങ്ങയുണ്ട്. എന്താ, നീ ഇത് വാങ്ങിക്കുമോ? നീ ഇത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് പകരമായി എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി. അമ്മേ, ഞാൻ സ്വയം പച്ചക്കറി വിൽക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ നിങ്ങളുടെ വഴുതനങ്ങ നല്ല തിളക്കമുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാം വളരെ നല്ലതാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ 120 രൂപ വെച്ചോളൂ. എല്ലാ വഴുതനങ്ങയും എനിക്ക് തരൂ. എന്നാൽ ശരി, തരൂ. പാർവതി മുഴുവൻ വഴുതനങ്ങയും 120 രൂപയ്ക്ക് കൊടുത്ത് എന്നിട്ട് തനിക്ക് വേണ്ടി ഒരു വഴുതനങ്ങ കയ്യിലെടുത്തു. ആ വഴുതനങ്ങകൾ വിറ്റ പൈസ കൊണ്ട് അവർ ആട്ട വാങ്ങിക്കൊണ്ടുവന്നു. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട്, മോത്തി, വളരെ ദിവസങ്ങൾക്കു ശേഷം ഇന്ന് നമ്മുടെ ഇവിടെയും റൊട്ടിയും വഴുതനങ്ങ കറിയും ഉണ്ടാക്കും. എത്ര ദിവസമായി നമ്മൾ കറി കഴിച്ചിട്ട്. പാർവതി തനിക്കും മോത്തിക്കും റൊട്ടിയും ബായ്ജാൻ കാ ബാർത്തയും ഉണ്ടാക്കി രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു. അടുത്ത ദിവസം പാർവതി വീണ്ടും വയലിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് വഴുതനങ്ങ നിൽക്കുന്നത് കണ്ട് അവർ വളരെ സന്തോഷിക്കുന്നു. ഇത് ശരിക്കും എന്തോ മാന്ത്രിക വഴുതനങ്ങയാണെന്ന് തോന്നുന്നു. ഇത് തീരുന്നേയില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ എത്ര വഴുതനങ്ങ എടുത്തോ ഇന്ന് അത്രയും വഴുതനങ്ങ വീണ്ടും ഉണ്ടായിരിക്കുന്നു. അവർ കൂടുതൽ വഴുതനങ്ങ പറിച്ചെടുത്തുകൊണ്ട് വീണ്ടും അതുവഴി പോകുന്ന പച്ചക്കറി കച്ചവടക്കാരന് നൽകുന്നു. മോനെ, ഇന്ന് കൂടുതൽ വഴുതനങ്ങ വാങ്ങിക്കാമോ? ഈ വൃദ്ധ എന്നും പുറകെ കൂടിയിട്ടുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ വഴുതനങ്ങ വളരെ നല്ലതാണ്. ഇന്നലെ കൊണ്ടുവച്ചതെല്ലാം വിറ്റുപോയി. ശരിയമ്മ, ഞാൻ വാങ്ങിക്കാം. പക്ഷേ ഒരുപാട് വില തരില്ല. മാർക്കറ്റിൽ വിൽക്കുന്നതിന്റെ പകുതി വിലയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ ഈ വൃദ്ധയായ ഞാൻ എങ്ങനെയാണ് ദൂരെ പോയി വിൽക്കുന്നത്? അതുകൊണ്ട് നിനക്ക് എത്ര വില തരാൻ പറ്റുമോ അത് തരൂ. ശരി, ദാ പിടിച്ചോ, 50 രൂപ. ആദ്യം അവർ നിശബ്ദയാകുന്നു. പിന്നെ അവർ പണം തലയിൽ തൊട്ട ശേഷം പച്ചക്കറി വിൽപ്പനക്കാരനോട് പറയുന്നു, വളരെ വളരെ നന്ദിയുണ്ട് മോനെ. ആ ശരി ശരി. ആ പച്ചക്കറിക്കാരൻ ശ്യാമു വളരെ അത്യാഗ്രഹിയായിരുന്നു. അവൻ വൃദ്ധയായ അമ്മയുടെ വഴുതനങ്ങയ്ക്ക് ഭാരം കുറയ്ക്കുക മാത്രമല്ല, കുറഞ്ഞ വിലയ്ക്കാണ് അയാൾ നൽകിയത്. ഈ വഴുതനങ്ങ കാരണം കുറഞ്ഞത് ദാലുവും റൊട്ടിയെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് ആ പച്ചക്കറി വിൽപ്പനക്കാരന്റെ എല്ലാ വഴുതനങ്ങകളും വിറ്റുതീരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റു പച്ചക്കറികളും വിൽക്കുന്നു. അത്യാഗ്രഹിയായ ശ്യാമുവിന്റെ എല്ലാ പച്ചക്കറികളും മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുപോയി. അവൻ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തു പറഞ്ഞാലും ഇത് ആ വൃദ്ധയുടെ മാന്ത്രിക വഴുതനങ്ങയാണ്. അതുകൊണ്ടാണ് എന്റെ പച്ചക്കറി വണ്ടിയിൽ വച്ചാലുടൻ എന്റെ എല്ലാ പച്ചക്കറികളും വിറ്റുതീരുന്നത്. അവിടെ വൃദ്ധയായ പാർവതി തനിക്കും മോത്തിക്കും വേണ്ടി ബായ്ജാൻ കാ ബാർത്തയും പൊറോട്ടയും ഉണ്ടാക്കുന്നു. അത് അവർ രണ്ടുപേരും സന്തോഷത്തോടെ കഴിക്കുന്നു. അതേസമയം വൈകുന്നേരം പച്ചക്കറി വിൽപ്പനക്കാരൻ ഭാര്യയോട് പറയുന്നു, ആ വൃദ്ധയുടെ വഴുതനങ്ങയ്ക്ക് തീർച്ചയായും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിമിഷ നേരം കൊണ്ടാ അവ വിറ്റുപോകുന്നത്.
ഞാനിപ്പോ ആലോചിക്കുന്നത് ഞാൻ പോയി അവരുടെ വയലിൽ നിന്ന് എല്ലാ വഴുതനങ്ങയും മോഷ്ടിച്ചാലോ എന്ന്. അങ്ങ് പറയുന്നത് ശരിയാണ്. പിന്നെ ആ വൃദ്ധയ്ക്ക് പൈസയും കൊടുക്കേണ്ടി വരില്ല. രാത്രി ശ്യാമു പാർവതിയുടെ വയലിലേക്ക് പോകുന്നു. അവിടെ തിളങ്ങുന്ന ധാരാളം വഴുതനങ്ങകൾ നിന്നിരുന്നു. ആ വൃദ്ധ ഏതോ നല്ല ഇനം വിത്താ നട്ടിരിക്കുന്നത്. ഞാനിതുവരെ 2 ചാക്കുകൾ നിറച്ചു. എന്നിട്ടും ഒരുപാട് വഴുതനങ്ങകൾ ഇപ്പോഴും ബാക്കിയാണ്. 2 ചാക്ക് കൂടി നിറയ്ക്കാം. 4 ചാക്ക് വഴുതനങ്ങ നിറച്ച് തന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ വഴുതനങ്ങകൾ വീട്ടിൽ വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ, എന്തിനാ മോത്തി നീ രാത്രി മുഴുവൻ ഇത്രയും നേരം കുരച്ചത്? എന്നെ ശരിയായി ഉറങ്ങാൻ സമ്മതിച്ചില്ല. ചിലപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടാകും. നിക്ക്, ഞാൻ നിനക്കും എനിക്കും വേണ്ടി പെട്ടെന്ന് തന്നെ റൊട്ടി ഉണ്ടാക്കാം. എന്നിട്ട് എനിക്ക് വയലിൽ പോയി ആ വഴുതനങ്ങയും പറിക്കണം. പച്ചക്കറിക്കാരൻ വരുന്നുണ്ടാവും. പാർവതി പെട്ടെന്ന് തന്നെ 2 പേർക്കും വേണ്ടി ആഹാരമുണ്ടാക്കി കഴിച്ച ശേഷം അവർ വഴുതനങ്ങയുടെ വയലിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യമേ തന്നെ ഒരുപാട് വഴുതനങ്ങ പറിച്ചു വെച്ചിരുന്നു. അരെ, ഇത്രയും വഴുതനങ്ങ ആരാണ് ഇവിടെ പറിച്ചു വെച്ചത്? ഇത്രയും അധികം വഴുതനങ്ങ ആ പച്ചക്കറിക്കാരൻ പോലും എടുക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഈ വഴുതനങ്ങ റോഡിന്റെ അരികിൽ വയ്ക്കാം. ആരെങ്കിലുമൊക്കെ വാങ്ങിക്കും. ആ വൃദ്ധയായ അമ്മ വഴുതനങ്ങയും എടുത്തുകൊണ്ട് റോഡിന്റെ അരികിൽ അത് വിൽക്കുന്നതിനായി ഇരുന്നു. അവിടെ പച്ചക്കറിക്കാരൻ വഴുതനങ്ങ വണ്ടിയിൽ വയ്ക്കാൻ വേണ്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ നിറഞ്ഞിരുന്ന എല്ലാ വഴുതനങ്ങയും പാമ്പായി മാറി. ബാക്കി എല്ലാ ചാക്കും ഒഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പാമ്പിനെ കണ്ടപ്പോൾ അവൻ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. രക്ഷിക്കൂ, പാമ്പ്! ഞാൻ വഴുതനങ്ങയാണ് വെച്ചിരുന്നത്. പക്ഷെ അവ എങ്ങനെയാണ് പാമ്പുകളായി മാറിയത്? എന്തെങ്കിലും മാന്ത്രിക വിദ്യ ചെയ്തു കാണുമോ? അവൻ ഓടി വൃദ്ധയായ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ അമ്മയുടെ അടുത്ത് ഒരു വലിയ വണ്ടി വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ഫ്രഷായ വഴുതനങ്ങ കണ്ട് സന്തോഷിക്കുന്നു. കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ 5 കിലോ വഴുതനങ്ങ വാങ്ങുന്നു. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് വേറെയും ഒരുപാട് ഉപഭോക്താക്കൾ വരുന്നു. അതിലൂടെ അവർക്ക് നല്ലൊരു തുക വരുമാനം ലഭിച്ചു. പച്ചക്കറിക്കാരൻ അവരോട് വന്ന് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് എല്ലാ കാര്യവും അവരോട് പറയുന്നു. എന്താ അതിനർത്ഥം? നീ പറിച്ച് ചാക്കുകൾ നിറച്ച എല്ലാ വഴുതനങ്ങയും തന്നെ വയലിലേക്ക് വന്നെന്നോ? നിന്റെ വീട്ടിൽ പാമ്പ് വന്നോ? അതിനർത്ഥം ഇതേതോ മാന്ത്രിക ശക്തിയുള്ള വഴുതനങ്ങയാണ്. ആ ദിവസത്തിനു ശേഷം ആ വൃദ്ധയായ അമ്മ തന്റെ വഴുതനങ്ങകൾ സ്വയം വിൽക്കാൻ തുടങ്ങി. അതിലൂടെ അവർക്ക് നല്ല വരുമാനവും കിട്ടി. ഇപ്പോൾ അവർ വളരെ ധനികയായി മാറി. അവർ സ്വന്തമായിട്ട് വളരെ വലിയൊരു വീട് വെച്ചു. ദീപ വിവാഹിതയായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണ് ദീപ വിചാരിച്ചിരുന്നത്. അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനും സഹോദരിയും പിന്നെ അവളുടെ ഭർത്താവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദീപ ചിന്തിച്ചതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു കാര്യങ്ങളൊക്കെ. ദീപയുടെ അമ്മായിയമ്മയ്ക്ക് വളരെ ദൂരെ സ്ഥലങ്ങളിൽ വരെ ബന്ധുക്കളുണ്ടായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് പുതിയ പുതിയ വ്യത്യസ്ത അമ്മായിയമ്മമാർ വന്നുകൊണ്ടേയിരുന്നു. ദീപമോളെ, ഇത് നിന്റെ അമ്മായിയാണ്. അമ്മായിയുടെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങോ. ദീർഘായുസോടെ ഇരിക്കൂ. ഇനി വേഗം തന്നെ ഞങ്ങൾക്കൊരു കൊച്ചുമകനെ കാണണം. നിനക്കറിയാമോ ദീപ, നമ്മുടെ നവീൻ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും ഈ അമ്മായിയുടെ വീട്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. നവീന് അമ്മായിയെ വളരെ ഇഷ്ടമാണ്. മോളെ, അമ്മായിക്കൊരു പാൽ ചായ എടുത്തോളൂ. ആ, മധുരം കുറച്ച്. അമ്മായി സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരയൽക്കാരി വന്നത്. രാം രാം, സുമിത്ര ചേച്ചി സുഖമാണോ? ഓ, പുഷ്പ ചേച്ചിയും വന്നിട്ടുണ്ടോ? വരൂ കമലേഷ്. മോളെ, ഇത് നിന്റെ അമ്മായി തന്നെയാണ്. അവരുടെ അനുഗ്രഹം കൂടി വാങ്ങൂ. ഓ മോളെ, നീ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ? നീ ഇപ്പോൾ പുതുതായി വിവാഹം കഴിഞ്ഞ് വന്നതല്ലേയുള്ളൂ. അല്പം ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും വെച്ച് വരൂ. പുതിയ മരുമകൾ ഒരുങ്ങി നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്നതാണ് കാണാൻ ഭംഗി. നീ പോയി ആദ്യം മേക്കപ്പ് ചെയ്യ്. അതിനുശേഷം എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്ക്. ശരി. ദീപയ്ക്ക് മേക്കപ്പ് ഇടുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവൾ മേക്കപ്പ് ചെയ്തു. ഇത് പിന്നീടൊരു ദിനചര്യയായി മാറി. അമ്മായിയമ്മയുടെ ഏതെങ്കിലും ബന്ധുക്കൾ എന്നും വീട് സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. ദീപമോളെ, ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ശകുന്തള. ഇത് നിന്റെ അമ്മായി തന്നെയാണ്. കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് ശകുന്തളയുടെ അനിയത്തി മാലതി. അവരുടെ മകളുടെ വിവാഹമാണ്. മരുമോളെ, മാലതി എന്റെ സഹോദരിയാണ്. ഇതും നിന്റെ അമ്മായി തന്നെയാണ്. മാലതിയുടെ കാല് തൊട്ട് വന്ദിക്കൂ. മതി മതി മോളെ, നന്നായിരിക്കട്ടെ. ശകുന്തള, നിന്റെ ബ്രീഫ് കേസ് മുറിയിൽ കൊണ്ടുവെക്ക്. എന്നിട്ട് കുറച്ചു നേരം വിശ്രമിക്ക്. ഉച്ചഭക്ഷണത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാ മതി. ദീപ, ഞങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അത് സാരമില്ല. നിങ്ങൾക്ക് വേണ്ടി അതൊന്നുമില്ലാതെ തന്നെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം. ദീപമോളെ, ഇവർക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യണം. അതെ മോളെ, ശ്രദ്ധിക്കണം. പാത്രങ്ങളിൽ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മണം പോലും ഉണ്ടാകാൻ പാടില്ല. പാത്രം ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കണം. ശരി ആന്റി. ഇവരെ ആന്റി എന്നോ അമ്മായി എന്ന് വിളിക്ക്.
ഇവർ രണ്ടാളും നിന്റെ അമ്മായിയമ്മയെ പോലെ തന്നെയാണ്. ശരിയമ്മേ. ഇതുവരെ എല്ലാം നന്നായിരുന്നു. പക്ഷേ ഒരു ദിവസം ദീപ നവീനോട് ഒരു ഔട്ടിങ്ങിന് പോകുകയായിരുന്നു. അതിനിടയിലാണ് നവീന്റെ അമ്മായിയും വലിയമ്മയും അവിടേക്ക് വരുന്നത്. ചായ. ആ, ഇവിടെ വെച്ചേക്ക്. നീ എവിടെയെങ്കിലും പോവുകയാണോ മോളെ? നവീൻജിയോടൊപ്പം മാർക്കറ്റിലേക്ക് പോകുകയായിരുന്നു. ദീപമോളെ, ഈ വസ്ത്രങ്ങൾ കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നില്ലേ? വല്ല സാരിയോ ചുരിദാറോ ഇട്ടാൽ മതിയായിരുന്നില്ലേ? ഇക്കാലത്ത് മരുമക്കൾ ഇത്ര ചെറിയ ഇറുകിയ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ധരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മരുമകൾ ഇതൊന്നും ധരിക്കില്ല. ഞാനൊന്നും ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും അവർ ഇത്തരം വേഷങ്ങൾ തൊടുക പോലുമില്ല. സുമിത്രേ, നീ നിന്റെ മരുമോളെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് വിലക്കിയില്ലേ? അത് പോട്ടെ ചേച്ചി, ഇന്നത്തെ കാലത്ത് മരുമക്കൾ ഇങ്ങനെയാണ്. അമ്മായിയമ്മ പറയുന്നത് കേൾക്കാനോ? ദീപേ, ഈ ജീൻസിന്റെ കൂടെ വല്ല കുർത്തിയിട്. ഈ ടോപ്പ് ഭയങ്കര ചെറുതാണ്. അത് ഞാനാണ് ഈ ടോപ്പ് ദീപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അവൾ ഈ ടോപ്പ് ധരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ടോപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുണ്ടായത്? അമ്മായി, നിങ്ങൾക്കോ? നവീൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവന്റെ അച്ഛൻ അവിടേക്കെത്തുന്നു. നമ്മൾ നാളെ ഗ്രാമത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും പുതുപ്പെണ്ണിനെ കാണാൻ ആഗ്രഹമുണ്ട്. ചേട്ടന്റെ കടയിൽ നിന്ന് ഫോൺ കോൾ വന്നിരുന്നു. പുതിയ മരുമകളെ കൂടെ കൊണ്ടുവരണമെന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ട്. എനിക്കും അവിടെ നിന്ന് ഫോൺ കോൾ ലഭിച്ചിരുന്നു. എങ്കിൽ നാളെ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഗ്രാമത്തിലേക്ക് പോകാം. മരുമോളെ, എന്നാൽ നീ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. അവിടെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എന്റെ അമ്മായിയമ്മ, അതായത് നിന്റെ മുത്തശ്ശി, എല്ലാവരും ഉണ്ട് അവിടെ. ദീപയും നവീനും പുറത്തേക്ക് പോയി. എന്നെ പിന്തുണച്ചതിന് നന്ദി നവീൻജി. ഇതെന്റെ കടമയാണ്. വിവാഹത്തിന് വാക്ക് തരുമ്പോൾ എന്നും നിന്നോടൊപ്പം നിൽക്കാമെന്ന് ഞാനും വാക്ക് നൽകിയിരുന്നു. ഗ്രാമത്തിൽ ആരൊക്കെയാണുള്ളത്? ഇതുവരെ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് അമ്മായിയമ്മമാരെ കണ്ടു. അവിടെ ഇനി ആരെയൊക്കെ കാണേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. അതെ, ഗ്രാമത്തിൽ ഒരുപാട് പേരുണ്ട്. മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ സഹോദരിമാരും. കുറച്ചു ദിവസത്തേക്ക് നീ അവരെയൊക്കെ ഒന്ന് സഹിക്കേണ്ടി വരും. അടുത്ത ദിവസം തന്നെ ദീപ മുഴുവൻ കുടുംബത്തോടൊപ്പം തന്റെ ഭർത്താവിന്റെ ഗ്രാമത്തിലുള്ള കുടുംബ വീട്ടിലെത്തി. ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ദീപ കരുതിയത്. പക്ഷേ ദീപയ്ക്ക് ഗ്രാമത്തിൽ അവൾ ഒട്ടും സങ്കല്പിച്ചിട്ടില്ലാത്തത്ര സ്നേഹമാണ് ലഭിച്ചത്. ഗ്രാമത്തിൽ ദീപയുടെ മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ 10-12 സഹോദരിമാരും ഉണ്ടായിരുന്നു. അതിനു പുറമെ സഹോദരിമാരും നാത്തൂന്മാരും അവരുടെ അമ്മായിയമ്മമാരും. ദീപമോളെ, നീ എണ്ണി വെച്ചോളൂ. 1ഉം 2ഉമല്ല, 100 അമ്മായിയമ്മമാരുള്ള ഒരു വീടാണ് നിന്റേതെന്ന് നീ മനസ്സിലാക്കണം. എല്ലാവരും നിന്നെ ഒരുപോലെ സ്നേഹിക്കും. ഇവിടെ എല്ലാവരും വളരെ ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും തമ്മിലും വളരെയധികം സ്നേഹത്തിലാണ്. നീ ഗ്രാമത്തിൽ നിൽക്കുന്ന അത്രയും ദിവസം നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ. സുമിത്ര നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അവളുടെ അമ്മായിയമ്മ കൂടിയാണ്. ഹാ, എന്റെ അമ്മായിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് മോളുടെ മുതുമുത്തശ്ശി. പറഞ്ഞത് വളരെ ശരിയാണ് ജാനകി. സുമിത്ര, നീ നിന്റെ മരുമകളെ മകളെപ്പോലെ തന്നെ കാണണം. സ്വന്തം വീട് വിട്ടല്ലേ പെൺമക്കൾ അവരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൾക്ക് ഒരു മകളോടുള്ളതുപോലെ ധാരാളം സ്നേഹവും വാത്സല്യവും ആവശ്യമാണ്. നിന്റെ മരുമകളെ നീ പൊന്നുപോലെ നോക്കണം. ഞാൻ ജാനകിക്ക് കൊടുത്തതുപോലെ, ജാനകി നിനക്ക് തന്നതുപോലെ, നിന്റെ ചേട്ടത്തിക്കും അനിയത്തിക്കും കൊടുത്തതുപോലെ. മോളെ സുമിത്രേ, നിന്റെ മരുമകൾ ദീപ വളരെ സുന്ദരിയാണ്. ഒരു മകളെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എപ്പോഴും ഒരുമയോടെ ജീവിക്കണം. മോൾക്കൊരു അനുഗ്രഹം മാത്രമേ നൽകാനുള്ളൂ. ദീപമോളെ, നീ ഈ വീട്ടിൽ എപ്പോഴും സന്തോഷമായിരിക്കണം. അല്ലേ സുമിത്ര? അങ്ങനെയല്ലേ നല്ല അമ്മായിയമ്മമാർ പറയേണ്ടത്? തന്റെ അമ്മായിയമ്മയുടെ വാക്കുകൾ കേട്ട് സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ദീപയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദീപമോളെ, ഇനി ഈ വീട് എത്രയാണോ എന്റേത് അത്ര തന്നെ നിന്റേതു കൂടെയാണ്. ഞാൻ ഒരിക്കലും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നാൻ നിന്നെ അനുവദിക്കില്ല. ദീപമോളെ, നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഏക മരുമകളാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. നിന്റെ അമ്മായിയമ്മയ്ക്കും ഒരു മകനാണ്. നവീൻ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയാണ്. അവനെ ഞങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നിന്നെയും ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കും. ദീപമോളെ, നീ നിനക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോളൂ. ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല. നീ ഈ വീട്ടിലെ മരുമകളാണ്. എന്റെ മകൾ സുനേനയും ഇത്രയും വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവളെ തടഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിന്നെ എന്തിനു തടയണം? നീയും ഒരു മകളെപ്പോലെയാണ്. നീയും സന്തോഷവതിയായിരിക്കും മരുമോളെ. ദീപയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ആദ്യമായി അവൾക്ക് തോന്നി അവൾ ഈ വീട്ടിലെ വെറുമൊരു മരുമകളല്ല, കുടുംബത്തിൽ അവൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. ഗ്രാമത്തിലെ സ്ത്രീകളും ഇത് കണ്ട് പുഞ്ചിരിച്ചു. അതിലൊരാൾ പറഞ്ഞു, ദീപമോളെ, ഞാൻ നിന്റെ അമ്മായിയമ്മയാണ്. ഞാൻ ഇത്രേ പറയൂ. ഇത്രയധികം അമ്മായിയമ്മമാർ ഉള്ളപ്പോൾ അത്രയും കൂടുതൽ സ്നേഹം ലഭിക്കും. അല്ലേ സുമിത്രേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞത് തികച്ചും ശരിയാണ് സാവിത്രി.
എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കാരണം അവരുടെ മരുമകൾ ദീപയുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. നവീനും ദീപയെ കണ്ടു പുഞ്ചിരിച്ചു. Thanks for watching.